ഇന്നലെ നമ്മൾ 5 പേജസ് ആണ് ടോട്ടൽ വായിച്ചത്. അപ്പോൾ ഇന്ന് 6 തൊട്ടുള്ള പേജാണ് നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ബോബ് പ്രോക്ടർ എന്ന് പറയുന്ന ഒരാൾ പറയുന്നതാണ് എന്ത്, ലോകത്തിൽ ആകെ സമ്പാദിക്കുന്ന സമ്പത്തിൻ്റെ 96% ലോക ജനതയുടെ 1% കയ്യിൽ ഒതുങ്ങിയത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയല്ല, അത് അപ്രകാരം രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. അവരെല്ലാം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. അവർ രഹസ്യം മനസ്സിലാക്കിയവരാണ്. ഇപ്പോഴിതാ ആ രഹസ്യം നിങ്ങൾക്കും പരിചയപ്പെടുത്തുന്നു. ജീവിതത്തിൽ ധാരാളം സമ്പത്തുണ്ടാക്കിയവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തിയിരുന്നു. അവരുടെ ചിന്തകൾ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് മാത്രമായിരുന്നു. മറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വേരൂന്നാൻ അവർ അനുവദിച്ചില്ല. അവരുടെ പ്രബല ചിന്ത സമ്പത്തിനെക്കുറിച്ചായിരുന്നു. സമ്പത്തിനെക്കുറിച്ച് മാത്രമേ അവർക്കറിയൂ. മറ്റൊന്നിനും അവരുടെ മനസ്സിൽ സ്ഥാനമില്ല. അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരറിഞ്ഞോ അറിയാതെയോ സമ്പത്തിനെ അവരിലേക്ക് ആകർഷിച്ചത്. അവിടെ ആകർഷണ നിയമം പ്രവർത്തിച്ചു. രഹസ്യത്തിൻ്റെയും ആകർഷണ നിയമത്തിൻ്റെയും പ്രവർത്തനം വ്യക്തമാക്കുന്ന ഒരു ഉത്തമ ഉദാഹരണം ഇതാ. ഒരുപാട് ധനം സമ്പാദിക്കുകയും പിന്നീട് അതെല്ലാം നഷ്ടപ്പെടുകയും ചുരുങ്ങിയ സമയം കൊണ്ട് വീണ്ടും അളവറ്റ ധനം തിരികെ സമ്പാദിക്കുകയും ചെയ്ത് ചിലരെപ്പറ്റി കേട്ടിട്ടില്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചത്? അറിഞ്ഞോ അറിയാതെയോ അവരുടെ മനസ്സിലെ പ്രബല ചിന്ത ധനം മാത്രമായിരുന്നു. അതിനാലാണ് അവർ ആദ്യം ധാരാളം ധനം നേടിയത്. അപ്പോൾ അവരുടെ മനസ്സിൽ ആ ധനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം കടന്നുകൂടി. ക്രമേണ ആ ഭയം അവരുടെ മനസ്സിലെ പ്രബല ചിന്തയായി മാറി. അവരുടെ ചിന്തകളിൽ ധനം നേടുന്ന ചിന്തയേക്കാൾ ധനം നഷ്ടപ്പെടുന്ന ചിന്തകൾക്കായി മുൻതൂക്കം. അതുകൊണ്ട് തന്നെ അവരുടെ ധനമെല്ലാം നഷ്ടപ്പെട്ടു പോയി. സമ്പത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടതോടെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ഭയം അപ്രത്യക്ഷമായി. ധനം സമ്പാദിക്കുക എന്ന ചിന്തയ്ക്ക് വീണ്ടും മുൻതൂക്കം വന്നു. ധനം അവരിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഈ നിയമം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. അത് എന്തു തന്നെ ആയിരുന്നാലും ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കും. ജോൺ അഷറഫ് പറയുന്നതാണ്. ആകർഷണ നിയമത്തെ വളരെ ലളിതമായ രീതിയിൽ ഞാൻ കാണുന്നതിങ്ങനെയാണ്. ഞാൻ സ്വയം ഒരു കാന്തമാണെന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ മറ്റൊരു കാന്തം എന്നിലേക്ക് ആകർഷിക്കപ്പെടും എന്നെനിക്കറിയാം. നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ കാന്തം. ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ശക്തിയേറിയ കാന്തിക പ്രഭാവം നിങ്ങളിലുണ്ട്. അളക്കാനാവാത്ത ഈ കാന്തിക ശക്തി നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് വികിരണം ചെയ്യപ്പെടുന്നത്. ബോബ് ഡോയൽ എഴുത്തുകാരനാണ്. അദ്ദേഹം ആകർഷണ നിയമ വിദഗ്ധനാണ്. അടിസ്ഥാനപരമായി ആകർഷണ നിയമം പറയുന്നത് സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ചിന്തയുടെ തലത്തിലാണ്. സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്ന് ആകർഷണ നിയമം പറയുന്നു. അതിനാൽ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ നിങ്ങൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ആകർഷണ നിയമത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറേ ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചിന്തിക്കും തോറും അത് കൂടുതൽ മോശമായി തോന്നും. അതിന് കാരണം കുറച്ചു നേരം നിങ്ങൾ ഒരു കാര്യം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആകർഷണ നിയമം ഉടൻ തന്നെ സമാനമായ കുറേ ചിന്തകൾ കൂടി നിങ്ങൾക്ക് തരും. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് സമാനമായ അസുഖ ചിന്തകൾ കൊണ്ട് നിറയും. സാഹചര്യം കൂടുതൽ വഷളാകും. കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥനാവും. സമാന ചിന്തകൾ ആകർഷിക്കപ്പെടുന്നത് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ആ ഗാനം നിങ്ങളെ വിട്ടുപോവാതെ നിൽക്കുന്നത് പോലെ തോന്നും. അത് വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കും. ആ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും അതിൽ മുഴുകി. ആ ഗാനം ചിന്തകളുടെ കേന്ദ്രമായി. അപ്പോൾ ആ ഗാനത്തെക്കുറിച്ചുള്ള സമാനമായ ചിന്തകളെ നിങ്ങൾ ശക്തമായി ആകർഷിക്കുകയായിരുന്നു. അതനുസരിച്ച് ആകർഷണ നിയമം പ്രവർത്തിച്ച് ആ ഗാനത്തെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ വീണ്ടും കൊണ്ടുവരും. മനുഷ്യരായ നമ്മുടെ ജോലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിലനിർത്തുക എന്നതാണ്. എന്താണ് വേണ്ടതെന്നതിനെക്കുറിച്ച് മനസ്സിൽ തികഞ്ഞ വ്യക്തത ഉണ്ടാവണം. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും മഹത്തായ പ്രപഞ്ച നിയമങ്ങളിൽ ഒന്നിനെ, ആകർഷണ നിയമത്തെ ആവാഹിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും.
മാത്രമല്ല നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഴിഞ്ഞകാല ചിന്തകളുടെ പ്രതിഫലനമാണ്. അതിൽ മഹത്തായ കാര്യങ്ങളും അത്ര തന്നെ മഹത്വമില്ല എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളും ഉൾപ്പെടും. നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കും എന്നുള്ളത് കൊണ്ട് ജീവിതത്തിലെ ഓരോ വിഷയത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രമുഖ ചിന്ത എന്തായിരുന്നു എന്ന് അറിയാൻ പ്രയാസമില്ല. കാരണം അതുതന്നെയായിരിക്കും നിങ്ങൾ അനുഭവിച്ചത് ഇത്രയും കാലം. ഇപ്പോൾ നിങ്ങൾ രഹസ്യം പഠിക്കുകയാണ്. ഈ അറിവ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം മാറ്റാൻ കഴിയും. ബോം പ്രോക്ടർ, നിങ്ങൾ അത് മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വരികയും ചെയ്യും. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അതിനെ നിങ്ങൾ പ്രബല ചിന്തയാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. മൈക്ക് ഡൂളി, എഴുത്തുകാരൻ, അന്താരാഷ്ട്ര പ്രഭാഷകൻ. ഈ തത്വത്തെ നമുക്ക് 3 വാക്കുകളിൽ ചുരുക്കി പറയാം: ചിന്തകൾ വസ്തുക്കളായി മാറും. അതിശക്തമായ ഈ നിയമത്തിലൂടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ വസ്തുക്കളായി മാറുന്നു. നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളായി മാറുന്നു. ഇത് നിങ്ങളോട് തന്നെ പറയുക. അത് നിങ്ങളുടെ പ്രജ്ഞയിലും അവബോധത്തിലും അലിഞ്ഞു ചേരട്ടെ. നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളാകുന്നു. ജോൺ അസറഫ്, ചിന്തകൾക്ക് ഒരു തരംഗദൈർഘ്യമുണ്ട് എന്നത് പലർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. ചിന്തകളെ നമുക്ക് വളക്കാൻ കഴിയും. നിങ്ങൾ ഒരു ചിന്ത മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ, ഒരു പുതുപുത്തൻ കാർ നിങ്ങൾ സ്വന്തമാക്കിയതായി, ആഗ്രഹിച്ചത്ര പണം കയ്യിലുള്ളതായി, നിങ്ങളുടെ സ്വപ്ന സ്ഥാപനം പടുത്തുയർത്തതായി, ജീവിത പങ്കാളിയെ കണ്ടെത്തിയതായി എല്ലാം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. നിങ്ങൾ സ്ഥിരമായി ഒരു തരംഗം പ്രസരിപ്പിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പേജാണ് ഡോക്ടർ ജോ വിറ്റാലെ പറയുന്നത്. ചിന്തകൾ ഒരു കാന്തിക പ്രഭാവം പ്രസരിപ്പിക്കുന്നു. അത് സമാന്തരമായവയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. പ്രബലമായ ചിന്ത അല്ലെങ്കിൽ മാനസിക നിലപാട് ആണ് കാന്തം. സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്നാണ് നിയമം. തൽഫലമായി മാനസിക നിലപാട് അനിവാര്യമായും അതിൻ്റെ സ്വഭാവത്തോട് പൊരുത്തപ്പെടുന്ന സാഹചര്യങ്ങളെ ആകർഷിക്കും. ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് ഒരു തരംഗദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗദൈർഘ്യത്തിലുള്ള സമാനമായ കാര്യങ്ങളെ കാന്തിക ശക്തിയോടെ ആകർഷിക്കും. പുറത്തേക്കയക്കുന്നതെല്ലാം ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചു വരും. ഉത്ഭവസ്ഥാനം എന്നത് നിങ്ങളാണ്. നമുക്ക് ഇതിനെ ഈ രീതിയിൽ കാണാം. ഒരു ടെലിവിഷൻ സ്റ്റേഷനിലെ ടവർ ഒരു പ്രത്യേക തരംഗദൈർഘ്യത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നു. അത് നിങ്ങളുടെ ടെലിവിഷനിൽ ചിത്രങ്ങളായി പരിണമിക്കുന്നു. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നതെന്നും മിക്കവർക്കും അറിയില്ല. ഓരോ ചാനലിലും ഓരോ തരംഗദൈർഘ്യമുണ്ടെന്നും ആ തരംഗദൈർഘ്യത്തിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്താൽ ആ ചാനലിലെ ചിത്രങ്ങൾ നമ്മുടെ ടെലിവിഷനിൽ കാണാമെന്നും നമുക്കറിയാം. ചാനൽ മാറ്റിക്കൊണ്ട് നമ്മൾ തരംഗദൈർഘ്യം തിരഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് ആ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന ചിത്രങ്ങൾ ലഭിക്കുന്നു. മറ്റൊരു ചിത്രമാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ചാനൽ മാറ്റി മറ്റൊരു തരംഗദൈർഘ്യത്തിലേക്ക് ട്യൂൺ ചെയ്യാം. നിങ്ങൾ ഒരു മനുഷ്യ പ്രക്ഷേപണ ടവറാണ്. ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏത് ടെലിവിഷൻ ടവറിനേക്കാളും ശക്തി നിങ്ങൾക്കുണ്ട്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തി കൂടിയ പ്രക്ഷേപണ ടവറാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രക്ഷേപണമാണ് നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നതും ഈ ലോകം സൃഷ്ടിക്കുന്നതും. നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന തരംഗങ്ങൾ നഗരങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന് ലോകത്തെ തന്നെ കടന്നു പോകുന്നു. ഇത് ഈ പ്രപഞ്ചത്തിലാകെ പ്രതിധ്വനിക്കുന്നു. ആ തരംഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ചിന്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിലല്ല കാണുക. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. അവ അതേ തരംഗദൈർഘ്യത്തിലുള്ള സമാനമായവയെ ആകർഷിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളായി തിരികെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രക്ഷേപണത്തിൻ്റെ ചാനൽ മാറ്റുക, തരംഗദൈർഘ്യം മാറ്റുക. മാനസിക ശക്തിയുടെ സ്പന്ദനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് തന്നെ അവ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പന്ദനങ്ങളാണ്. ചാൾസ് ഹാനൽ പറയുന്നത്.